ഹായ് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ നല്ല ശീലങ്ങളൊക്കെ ഉണ്ടാക്കിയെടുത്തു, പക്ഷേ ഇനി അടുത്ത ലെവലിലേക്ക് എങ്ങനെ പോകുമെന്നാലോചിച്ചിട്ടുണ്ടോ? അറ്റോമിക് ഹാബിറ്റ്സ് എന്ന പുസ്തകത്തിൽ നിന്നും സാധാരണയിൽ നിന്ന് അസാധാരണയിലേക്ക് നിങ്ങളെ എത്തിക്കാൻ സഹായിക്കുന്ന ചില കിടിലൻ തന്ത്രങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. നിങ്ങൾ നല്ല അടിപൊളി ശീലങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടാകും, പക്ഷേ കുറച്ചുകാലം കഴിയുമ്പോൾ എവിടെയോ ഒന്ന് സ്റ്റക്കായ പോലെ, ഒരു പുരോഗതിയുമില്ലാതെ ഒരേ സ്ഥലത്ത് നിൽക്കുന്നതായി തോന്നുന്നുണ്ടോ? വിഷമിക്കേണ്ട, ഇത് നിങ്ങൾക്ക് മാത്രം സംഭവിക്കുന്നൊരു കാര്യമല്ല. ഈ ഒരു അവസ്ഥയെ എങ്ങനെ മറികടക്കാം എന്ന് നമുക്ക് നോക്കാം. അപ്പോ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഒരു ശീലം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകുമ്പോൾ, അതായത് ഓട്ടോമാറ്റിക് ആകുമ്പോൾ, നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് നിർത്തും. ഇത് ഒരു തരത്തിൽ നല്ലതാണെങ്കിലും നമ്മുടെ വളർച്ചയെ ഇത് തടസ്സപ്പെടുത്താനും സാധ്യതയുണ്ട്. ശീലങ്ങൾക്ക് ഒരു ഇരുതലവാളിന്റെ സ്വഭാവമുണ്ട് എന്ന് പറയാം. അതായത് ഒരു വശത്ത് ഇത് നല്ലതാണ്, കാരണം നമ്മുടെ ബ്രെയിൻ ഫ്രീ ആകും, മറ്റു കാര്യങ്ങളിൽ ശ്രദ്ധിക്കാം. പക്ഷേ മറുവശത്ത് നമ്മൾ പിന്നെ അതിനെപ്പറ്റി ചിന്തിക്കുകയേയില്ല, അതെങ്ങനെ ഇനിയും മെച്ചപ്പെടുത്താം എന്ന് നോക്കുകയുമില്ല. അവിടെയാണ് ശരിക്കും പ്രശ്നം തുടങ്ങുന്നത്. അപ്പോ ഈ ഒരു സ്തംഭനാവസ്ഥ എങ്ങനെ മറികടക്കാം? ഇതാ കേട്ടോളൂ, ആദ്യത്തെ കിടിലൻ തന്ത്രം. നിങ്ങളുടെ സ്വന്തം സ്വഭാവത്തോട് യുദ്ധം ചെയ്യുന്നതങ്ങ് നിർത്തുക. സിമ്പിളായി പറഞ്ഞാൽ, ചില കാര്യങ്ങൾ നമുക്ക് ജന്മനാ തന്നെ എളുപ്പമായിരിക്കും, അല്ലേ? അതിനനുസരിച്ച് പോവുകയാണ് വേണ്ടത്, അല്ലാതെ അതിനെതിരെ പൊരുതാനല്ല നോക്കേണ്ടത്. ഒരു ഉദാഹരണം പറയാം. ഈ ബിഗ് 5 പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ് ഒന്ന് നോക്കിയേ. നിങ്ങൾ എപ്പോഴും പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ദിവസവും ഒരേ വ്യായാമം ചെയ്താൽ പെട്ടെന്ന് മടുക്കും, ഉറപ്പല്ലേ? നിങ്ങൾക്ക് വെറൈറ്റി വേണം. നേരെ മറിച്ച് നിങ്ങൾ ഭയങ്കര ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിലോ, ഒരു കൃത്യമായ പ്ലാൻ ഉണ്ടാക്കി അത് ഫോളോ ചെയ്യുന്നത് നിങ്ങൾക്ക് ഭയങ്കര സന്തോഷം തരും. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: വിജയസാധ്യത കൂട്ടണോ? എങ്കിൽ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റുന്ന കളി തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ വ്യക്തിത്വത്തിനും കഴിവുകൾക്കും ചേർന്ന ശീലങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ പിന്നെ കാര്യങ്ങൾ ഈസിയാണ്. ഒഴുക്കിനൊപ്പം നീന്തുന്നത് പോലെ അങ്ങ് പോവും. ശരി, അപ്പോൾ നിങ്ങൾക്ക് പറ്റിയൊരു ശീലം കിട്ടിയെന്ന് വയ്ക്കുക. ഇനി അടുത്തൊരു വില്ലനുണ്ട്. അത് പരാജയമൊന്നുമല്ല, മറിച്ച് ബോറടിയാണ്. എത്ര ഇഷ്ടമുള്ള കാര്യമാണെങ്കിലും കുറേ നാൾ ഒരേപോലെ ചെയ്യുമ്പോൾ ഒരു മടുപ്പ് വരില്ലേ? അത് സ്വാഭാവികമാണ്. ശീലങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകുമ്പോൾ അതിലെ ആ ഒരു ത്രില്ലങ്ങ് പോവും, പിന്നെ ബോറടി തുടങ്ങും. ആ ബോറടി കാരണമാണ് നമ്മൾ പലപ്പോഴും നല്ല ശീലങ്ങൾ പാതി വഴിക്ക് നിർത്തുന്നത്. ഈ ബോറടിയെ മറികടക്കാൻ ഒരു സൂപ്പർ നിയമമുണ്ട്. അതാണ് ഗോൾഡിലോക്സ് റൂൾ. പ്രശസ്ത കൊമീഡിയൻ സ്റ്റീവ് മാർട്ടിന്റെ കാര്യം കേട്ടിട്ടുണ്ടോ? അദ്ദേഹം 18 വർഷമാണ് തന്റെ തമാശകൾ വീണ്ടും വീണ്ടും പറഞ്ഞു മെച്ചപ്പെടുത്തിക്കൊണ്ടിരുന്നത്. എന്തായിരിക്കും അദ്ദേഹത്തെ മുന്നോട്ട് നയിച്ചത്? എപ്പോഴും ഇത് കുറച്ചു പാടാണ്, പക്ഷെ ശ്രമിച്ചാൽ നടക്കും എന്ന് തോന്നുന്ന പുതിയ തമാശകൾ അദ്ദേഹം പരീക്ഷിച്ചുകൊണ്ടേയിരുന്നു, അല്ലാതെ വിജയിച്ച ഒന്ന് തന്നെ ആവർത്തിക്കുകയായിരുന്നില്ല. ഇത് കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഒരു ഗെയിം കളിക്കുന്ന കാര്യം ആലോചിച്ചു നോക്കൂ. ഗെയിം ഭയങ്കര ഈസിയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ബോറടിക്കും. എന്നാൽ കളിക്കാൻ പറ്റാത്തത്ര പാടാണെങ്കിലോ നമ്മൾ അപ്പം തന്നെ നിർത്തിപ്പോവും. പക്ഷേ ഇതിന്റെ രണ്ടിന്റെയും ഇടയിലൊരു സ്വീറ്റ് സ്പോട്ടുണ്ട്. നമ്മുടെ കഴിവിനെ ചെറുതായിട്ടൊന്ന് വെല്ലുവിളിക്കുന്ന, എന്നാൽ നമ്മളെ പേടിപ്പിക്കാത്ത ഒരു ലെവൽ. അതാണ് ഗോൾഡിലോക്സ് സോൺ. അവിടെയാണ് നമ്മുടെ ബെസ്റ്റ് പെർഫോമൻസ് പുറത്തുവരുന്നത്. ഇതിന്റെ പിന്നില് ഒരു കണക്ക് കൂടിയുണ്ട്. അതാണ് ഏറ്റവും രസകരം. ഗവേഷകർ പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ കഴിവിനേക്കാൾ ഏകദേശം ഒരു 4% മാത്രം ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മൾ ആ ഒരു ഫ്ലോ സ്റ്റേറ്റിലെത്തുന്നത്. ഏറ്റവും കൂടുതൽ മോട്ടിവേഷൻ കിട്ടുന്നതും അപ്പോഴാണ്. അതിൽ കൂടിയാൽ ടെൻഷനാകും, കുറഞ്ഞാൽ ബോറടിക്കും. അപ്പോ നിങ്ങൾക്ക് ചേർന്ന ശീലം കിട്ടി, ബോറടിയെയും മറികടന്നു. ഇനിയെല്ലാം സെറ്റായോ? ഇല്ല. ഇനിയാണ് ഏറ്റവും വലിയ കെണി വരുന്നത്. ഒരു ശീലം ഓട്ടോമാറ്റിക്കായി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അതിനെപ്പറ്റി ചിന്തിക്കില്ല. അതായത് നമ്മൾ മെച്ചപ്പെടുന്നുണ്ടോ എന്ന് നമ്മൾ തന്നെ നോക്കില്ല. അതുകൊണ്ട് നമ്മൾ എവിടെ എത്തിയെന്ന് വിലയിരുത്താൻ ഒരു സിസ്റ്റം കൂടിയേ തീരൂ. ഇതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ബാസ്കറ്റ്ബോൾ കോച്ച് പാറ്റ് റെയ്ലി ഉണ്ടാക്കിയ കരിയർ ബെസ്റ്റ് എഫേർട്ട് അഥവാ CBE എന്ന സിസ്റ്റം. അദ്ദേഹത്തിന്റെ ലക്ഷ്യം വളരെ സിമ്പിളായിരുന്നു. ഓരോ കളിക്കാരനും ഒരു സീസണിൽ അവരുടെ പ്രകടനം കുറഞ്ഞത് 1% മെച്ചപ്പെടുത്തണം. ഇവിടെ നോക്കൂ, അവർ കളിക്കാരുടെ പോയിന്റും റീബൗണ്ടും മാത്രമല്ല കണക്കാക്കിയത്, അതിനപ്പുറം അൺസങ് ഹീറോ പ്രവൃത്തികൾ, അതായത് കളിയിൽ നിർണായകമായതും എന്നാൽ സ്റ്റാറ്റ്സിൽ വരാത്തതുമായ നല്ല കാര്യങ്ങൾക്കുപോലും അവർ പോയിന്റ് കൊടുത്തു. ഇങ്ങനെയാണ് അവർ ഓരോ ചെറിയ മെച്ചപ്പെടലിനെയും പ്രോത്സാഹിപ്പിച്ചത്. ഇവിടെയാണ് ഒരു പ്രൊഫഷണലും അമച്വറും തമ്മിലുള്ള പ്രധാന വ്യത്യാസം വരുന്നത്. ഒരു പ്രൊഫഷണലിന് വർക്കൗട്ട് ചെയ്യാൻ ഒരു മൂഡ് വരുന്നതുവരെ കാത്തിരിക്കാൻ പറ്റില്ല. അവർക്കൊരു ഷെഡ്യൂളുണ്ട്, അവരത് പാലിക്കും.
ഫീലിംഗ്സ് എന്തുതന്നെയായാലും അവർ ആ സിസ്റ്റത്തോട് കമ്മിറ്റഡായിരിക്കും. പക്ഷേ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു മുന്നറിയിപ്പുണ്ട്. ഇങ്ങനെ സ്വയം വിലയിരുത്തുമ്പോൾ ചിലപ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മുടെ ഐഡന്റിറ്റി തന്നെയാണ് നമ്മളെ പിന്നോട്ട് വലിക്കുന്നതെന്ന്. ഉദാഹരണത്തിന്, ഞാനൊരു അത്ലറ്റാണ് എന്ന് പറഞ്ഞ് അതിൽ മാത്രം ഉറച്ചു നിന്നാൽ ഒരു പരിക്കു പറ്റുമ്പോൾ നമ്മൾ തകർന്നുപോകും. അതുകൊണ്ട് നിങ്ങളുടെ ഐഡന്റിറ്റി ചെറുതാക്കി വെക്കുക. നിങ്ങൾ ഒരു കാര്യം മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ ചേർന്ന ഒരാളാണ്. അപ്പോ നമ്മൾ 3 കിടിലൻ തന്ത്രങ്ങൾ പഠിച്ചു അല്ലേ? 1, നിങ്ങളുടെ സ്വഭാവത്തിന് ചേർന്ന ശീലങ്ങൾ തിരഞ്ഞെടുക്കുക. 2, ബോറടി മാറ്റാൻ ചെറിയ വെല്ലുവിളികൾ കണ്ടെത്തുക. 3, എപ്പോഴും സ്വയം വിലയിരുത്തിക്കൊണ്ടിരിക്കുക. ഇതെല്ലാം കൂടി ചേരുമ്പോഴെന്താണ് സംഭവിക്കുക? ഒരു ചെറിയ മാറ്റം ഒറ്റയ്ക്ക് നോക്കുമ്പോൾ ഒന്നുമല്ലെന്ന് തോന്നും. പക്ഷേ അങ്ങനെയുള്ള 100 കണക്കിന് ചെറിയ മാറ്റങ്ങൾ ഒന്നിച്ചു ചേരുമ്പോഴാണ് ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. ഒരു മണൽത്തരി വീണാൽ മണൽക്കൂനയുണ്ടാകില്ല. പക്ഷേ ആയിരക്കണക്കിന് മണൽത്തരികൾ ചേരുമ്പോഴോ? അതുപോലെയാണ് ഇതും. അപ്പോ ഈ ചോദ്യം നിങ്ങൾക്കുള്ളതാണ്. ഈ കാര്യങ്ങളൊക്കെ കേട്ട സ്ഥിതിക്ക് അടുത്തതായി ഏത് ചെറിയ മാറ്റമാണ് നിങ്ങൾ പൂർണ്ണമായി പഠിച്ചെടുക്കാൻ പോകുന്നത്? ഒന്നാലോചിച്ചു നോക്കൂ.